ആഘോഷങ്ങളുടെ നാട് മുതൽ ആവേശങ്ങളുടെ നാടുവരെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ വിശ്വാസം, 54-ലധികം വിജയകരമായ പ്രോജക്റ്റുകൾ. ഒറ്റയ്ക്കല്ല, ഒന്നായി ഒരുമിച്ച് ജീവിക്കാം. വീടാണ് വിശ്രം. ഷൊർണൂർ കണ്ണയം കല്ലുരുട്ടിയിലെ കരിങ്കൽ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി ക്വാറി ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ കൈമാറി. കഴിഞ്ഞ ദിവസം പാറ പൊട്ടിച്ചത് അനുമതിയില്ലാത്ത സ്ഥലത്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രദേശത്ത് ദിവസങ്ങളായി ജനകീയ പ്രതിഷേധങ്ങളും നിലനിൽക്കുന്നുണ്ട്. അനുവദിച്ച സർവേ നമ്പർ പ്രകാരം ക്വാറിയിൽ കരിങ്കൽ ഖനനത്തിന് നിശ്ചിത സ്ഥലം നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. അവിടെ മാത്രമാണ് ക്വാറിക്ക് കരിങ്കൽ ഖനനം നടത്താൻ അനുമതിയുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉഗ്ര സ്ഫോടനത്തോടെയുള്ള ശബ്ദം കേട്ട് നാട്ടുകാർ ക്വാറിയിൽ എത്തിയപ്പോഴാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് പാറകൾ പൊട്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ നാട്ടുകാർ സംഘടിച്ച് ക്വാറിയിൽ എത്തുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പുതിയ സ്ഥലത്തെ പാറ പൊട്ടിക്കുന്നത് നിർത്തിവെക്കാൻ പോലീസ് എത്തി നിർദ്ദേശം നൽകി. ഞാൻ ഈ ഷൊർണൂർ നഗരസഭയിലെ ഈ പ്രദേശം ഉൾപ്പെടുന്ന വാർഡുകളിലായി 27 വർഷം നഗരസഭാ കൗൺസിലറായിരുന്നിട്ടുണ്ട്. ഞാൻ കൗൺസിലറായിരുന്ന കാലഘട്ടത്തിൽ ഈ ക്വാറിക്കെതിരെ 3 വീട്ടുകാരുടെ പരാതി വരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തുകാരെ ഒന്നാകെ ഒരു യോഗം വിളിച്ച് മണ്ണാറമ്പാറ മുകളിൽ വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം, ഐക്യകണ്ഠേനയുണ്ടായ തീരുമാനപ്രകാരം ക്വാറി നിർത്തിവെക്കാൻ അന്നത്തെ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുകയും പിന്നീട് അവർ പല നിരവധി ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ശക്തിയുക്തം അന്നത്തെ ഭരണസമിതി അത് അനുവദിക്കുകയുണ്ടായില്ല. ഇപ്പോഴത്തെ ഇതിന്റെ തൊട്ടു മുമ്പത്തെ ഭരണസമിതി 2023 ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ക്വാറി മാഫിയക്കാർ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷയുമായി ചെന്നപ്പോൾ ഒരു അപേക്ഷ വാങ്ങിവെച്ച് മനഃപൂർവ്വം ദീർഘിപ്പിക്കുകയും തുടർന്ന് ഈ കാര്യങ്ങൾ പഠിക്കാനും അന്വേഷിക്കാനും അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഒരു സബ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതായും അറിഞ്ഞിരുന്നു. ആ സബ് കമ്മിറ്റി നിയമപ്രകാരം അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതികൾ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ജനങ്ങൾക്ക് വിരോധമില്ല എന്ന രൂപത്തിൽ 200-ൽ അധികം ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് 25-ലധികം വീടുകൾക്കാണ് വിള്ളലും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. ക്വാറി പ്രവർത്തനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും ജിയോളജി വകുപ്പിനും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ സ്ഥലത്ത് പാറ പൊട്ടിക്കൽ നടത്തിയത്. ഇപ്പോൾ വർഷങ്ങളായി ഈ ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ദുരിതത്തിലാവുകയും അയാചിതരായി ജീവിക്കാൻ തുടങ്ങുകയും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും പല പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും ജീവനുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഈ വിഷയം ഒന്ന് അന്വേഷിക്കാനായിട്ട് ഇവിടെ വന്നത്. അതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൗൺസിലർമാരും ഒന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ തന്നെ ഈ പ്രദേശത്തെ ചില വ്യക്തികളും മഹതികളുമെല്ലാം ആരാണ് അയാൾ, എൻ്റെ വാർഡിൽ കയറി ഈ പ്രശ്നം അന്വേഷിക്കാൻ ആരാ എന്നൊക്കെ ഭീഷണി മുഴക്കുകയുണ്ടായി. ഏറ്റവും രസകരമായ വസ്തുത, ഈ കണയം കല്ലുരുട്ടി എന്ന് പറയുന്ന ഭാഗം ഇന്ത്യ മഹാരാജ്യത്തിൽപ്പെട്ടതാണെന്നും പാകിസ്ഥാന്റെ ഭാഗമല്ല എന്നും ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ സമരസമിതി രാഷ്ട്രീയം ഒന്നുമില്ലാതെ സ്വന്തം നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടത്തിലുള്ള ഈ സമരസമിതി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത്. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ചെയർപേഴ്സൺ അവരുടെ പാർട്ടിയുമെല്ലാം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും ഇതിന്റെ ക്വാറിയുടെ മറ്റു പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാതിരിക്കാനുമുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും എല്ലാം തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഹൈക്കോടതിയെ സമീപിച്ച് നമ്മൾ തന്നെ ഇതിന് സമഗ്രമായൊരു സ്റ്റേ വാങ്ങുന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാ കൌൺസിലർമാരുടെയും കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഞാൻ വിജിലൻസിൽ പരാതിപ്പെടാൻ പോവുകയാണ്. ഇവർ വാരിക്കൂട്ടിയിരിക്കുന്ന സ്വത്തുക്കളും ആസ്തികളും എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചതെന്ന് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണം. അങ്ങനെ
നിയമത്തിന് മുന്നിൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പോവുകയാണ്. നിലവിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ച് പാറ പൊട്ടിക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഒരു തുടർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുവാൻ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഈ ഉത്തരവ് ലംഘിച്ച് പ്രവർത്തനം തുടരുകയാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ഞങ്ങളുടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത് 2025 ഡിസംബറിലാണ്. അതിനുശേഷം ഈ പ്രദേശവാസികൾ ഞങ്ങളുടെ അടുത്ത് പരാതിയായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിലേക്ക് ഞങ്ങൾ അജണ്ട വെച്ചു. ഈ കോറിയുടെ പ്രവർത്തനത്തിൻ്റെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹൈക്കോടതി വക്കീലുമായിട്ട് ആലോചിക്കുന്നതിനും കോടതി നടപടികൾ കോറിയുടെ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് കത്തയക്കുന്നതിനും തീരുമാനം അന്നെടുത്തിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഈ കോറിക്ക് അനുവാദം നാളെ നഗരസഭ കൗൺസിൽ അംഗീകാരം കൊടുത്തിട്ടില്ല. 30/3/2023 കൗൺസിലിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പ്രദേശവാസികളുടെ ഒരു സൗകര്യം കണക്കിലെടുത്ത് അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അതുപോലെ മനുഷ്യജീവന് ആപത്ത് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കോറിക്ക് അനുവാദം നൽകാൻ സാധിക്കില്ല എന്നാണ് അന്നത്തെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം. അവിടുന്ന് അനുമതി ലഭിക്കാത്തത് കാരണമാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇതിൻ്റെ അനുമതി വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഇവർ പുതിയതായിട്ട് ഖനനം നടത്തുകയാണ്. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് വലിയ മൺകൂനയാണ് കൂട്ടിയിട്ടുള്ളത്. ആ മൺകൂന അപകടം ഉണ്ടാക്കും. ഇപ്പോൾ വയനാട് ദുരന്തങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഈ മൺകൂനയും കൂടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസും കൊടുക്കുന്നുണ്ട്. കോറിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കഴിഞ്ഞ ദിവസമാണ് കോറി ഉടമകൾ വാങ്ങിയത്. എന്നാൽ നിയമപരമായി ഒരു തരത്തിലും അനുമതി ഇല്ലാതെയാണ് സ്ഥലത്ത് പാറ പൊട്ടിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ സമീപത്ത് നിർമ്മിക്കുന്ന ഓഫീസിന് വേണ്ടിയാണ് പാറ പൊട്ടിച്ചതെന്നാണ് കോറി ഉടമകൾ പറഞ്ഞത്. കോറിക്ക് പുതിയ സ്ഥലത്ത് കരിങ്കൽ ഖനനം നടത്തുന്നതിനുള്ള അനുമതി നൽകിയിട്ടില്ല എന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതരും വ്യക്തമാക്കിയിരുന്നു. You are watching VCV News.